ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ഡ്രാമ ടോക്സ്. അപ്പോൾ നമ്മളിന്ന് മൈ ഗേൾ എന്ന ചൈനീസ് ഡ്രാമയിലെ 16th എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഗേൾ ഡ്രാമയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഭാരത്തെല്ലാം അടച്ചൊടിക്കുകയാണ്. അതിന് ശേഷം ഹീറോ പേ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോരുകയാണ്. അവിടുന്ന് പോരുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും ഹീറോയിനോട്, നീ എൻ്റെ ബ്രദർ അല്ലേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, അല്ല ഞാൻ നിൻ്റെ ബ്രദർ അല്ല പറയും. അപ്പോൾ നീ എനിക്ക് ആരാ ചോദിക്കും. അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, അല്ല നിനക്ക് വേറെ പെൺകുട്ടിയെ ഇഷ്ടമാണ്, നീ എന്നെ എല്ലാം ഇഷ്ടപ്പെടുന്നത് പറയും. അവ പറയും, അല്ല ഞാൻ നിന്നെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, മിസ്സിയ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ പറയും. അപ്പോൾ അല്ല നമ്മുടെ തമ്മിലുള്ള സ്നേഹിക്കുന്നത് നിൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും, ഇല്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളെ ചേർത്ത് നിർത്തും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണ് ആകെ ഡ്രിങ്ക് ചെയ്തിട്ട് ആകെ ബോധമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയും, എനിക്ക് നടക്കാൻ വയ്യ, നീ എന്നെ എടുക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അവൾ എടുത്തുകൊണ്ട് പോയിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അവനോട് ചോദിക്കും, നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിക്കും. ഇഷ്ടപ്പെടുന്നുണ്ട് അറിയും. അപ്പോൾ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതായിരുന്നു നിനക്ക് അറിയോ ചോദിക്കും. അപ്പോൾ പറയും, അറിയാൻ പറയും. അപ്പോൾ അവൾ പറയും, നിനക്ക് അറിയോ ചോദിക്കും. അപ്പോൾ അവൻ പറയും, എന്നാൽ ശരി ഇല്ല പറയും. ഇവളിങ്ങനെ ഓരോ പറഞ്ഞതായിരിക്കും. അപ്പോൾ അവൻ പറയും, നീ എനിക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ അവൻ്റെ ചെവിട്ടിക്ക് ഇങ്ങനെ ഊതും. ഉഫ് എന്ന് പറഞ്ഞാൽ അവന് ഊതി കളിക്കട്ടോ. അപ്പോൾ അവൻ പറയും, നീ ഒതുങ്ങിയിരിക്കും. ലാസ്റ്റ് അവർ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെ കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് അവളെ താഴത്തേക്ക് ഇറക്കി നിർത്തും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ചോദിക്കും, ഇവളെന്തിനാ കുടിച്ചിരിക്കണോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇവളെ ഫ്രണ്ട്സിനെ കണ്ടു, അപ്പോൾ അത് കാരണം അവരൊക്കെ ഡ്രിങ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ ഡ്രിങ്ക് ചെയ്താണ് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനോട് നമ്മുടെ ഹീറോയിൻ പറയും, സോറി അങ്കിൾ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ പറയും, അവിടെയുള്ള മറ്റേ ജോലി ചെയ്യാൻ വരുന്ന ആ സ്ത്രീനെ വിളിച്ചിട്ട് പറയും, ഇവൾക്ക് കുറച്ച് തേന് കൊടുക്കുക പറയും. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ അവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ സോറി അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ ഹീറോ ഒന്നും മിണ്ടില്ല. ഹീറോൻ്റെ അച്ഛനെ നോക്കിയിട്ട് അവിടെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹീറോ അത് കണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം കാണിക്കുന്ന സീന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ റൂമിൽ കൊടുന്നിട്ട് ബെഡിൽ കടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, വേണ്ട ഞാൻ നിൻ്റെ അച്ഛനുമായിട്ട് ശരിയാവില്ല, നിൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് പറഞ്ഞിട്ട് അവൻ പറയും, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഹഗ് ചെയ്യും. ഇങ്ങനെ കടക്കുകയായിരിക്കും. എന്നിട്ട് അവളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ സമാധാനിപ്പിക്കും. ഇവളാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡ്രിങ്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു മപ്പിലിരിക്കുക കേട്ടോ. ഇവങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ ലാസ്റ്റ് ഇവളാണെങ്കിൽ അവൻ്റെ മേത്ത് ബോധം കെട്ട് വീഴും. ഉറക്കം വന്നിട്ട് ഉറങ്ങി മയങ്ങി വീഴും കേട്ടോ. അതിന് ശേഷം അവനെ അവിടെ കടത്തും. അവനെ കടത്തിയിട്ട് അവളുടെ മേത്ത് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്തിട്ട് അവളെ തന്നെ കുറച്ചുകൂടെ നോക്കിയിരിക്കും. അതിന് ശേഷം അവളെ കിസ് ചെയ്തിട്ട് അവിടുന്ന് പോരുകയാണ്. അതിന് ശേഷം കാണിക്കുന്ന പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ആരും ഇല്ലല്ലോ, നമ്മുടെ ഹീറോ ഇല്ലല്ലോ നോക്കി വരികയാണ്. അവൾ ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രൂട്ട് എടുത്തിട്ട് തിരിയുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് അവിടെ നിൽക്കണ്ടായിരിക്കും. നമ്മുടെ ഹീറോനെ കണ്ടതും ഇവള് ആകെ പേടിക്കും. അതിന് ശേഷം നമ്മുടെ ഹീറോ അടുത്ത് വന്ന് സംസാരിക്കും, നോക്ക് ഞാൻ ആരാ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിനക്ക് ഡോക്ടർ ആരാ ചോദിക്കും കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടിൻ്റെ ഡോക്ടർ ആരാ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പറയും. അപ്പോൾ മിസ് ഈ ആരാ ചോദിക്കും എൻ്റെ. അപ്പോൾ പറയും അസിസ്റ്റൻ്റാണ് പറയും. അപ്പോൾ ഞാൻ ആരാ ചോദിക്കും നമ്മുടെ ഹീറോ കേട്ടോ. അപ്പോൾ പറയും നീ എൻ്റെ ലവർ എന്ന് പറയും. അപ്പോൾ അവനെല്ലാം ശരിയായി. അപ്പോൾ ഇവനും സന്തോഷമായി. അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഇവളാണെങ്കിൽ അവനോട് കുറച്ച് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കും, അവൻ അവളോടും റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു. അവളിപ്പോൾ എല്ലാം മറന്നിട്ട് അവൾക്ക് നോർമലായി വന്നു. അപ്പോൾ ഇവനവളെ കിസ് ചെയ്യും. അപ്പോൾ അവൾ തട്ടി വിട്ടിട്ട് പറയും, വേണ്ട ആരെങ്കിലും കാണുമെന്ന് പറയും. അപ്പോൾ അതിന് ശേഷം അവൻ പറയും, ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ട് അവൻ പറയും, ശരി ഞാൻ ഓഫീസിൽ പോവാണ് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയും, ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയും, ശരി നീയും കൂടിയും പോരേന്ന് പറയും. അങ്ങനെ അവർ നമ്മുടെ ഹീറോ സമ്മതിച്ചു. അപ്പോൾ നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ഇപ്പം നമ്മുടെ ഹീറോൻ്റെ ഓഫീസിൽ പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ അച്ഛനാണ്. നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ എന്തോ തിരക്കെടുത്ത് പണിയിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ ആ റൂമിലേക്ക് ഹീറോൻ്റെ അച്ഛൻ്റെ മാനേജർ കയറി എന്നിട്ട് പറയും, സെന്നി ഈ ഫയലൊന്നും കൊണ്ടുപോകാതെയാണ് പോയത്. അപ്പോൾ അവിടെ ഹീറോൻ്റെ ആൻറ്റി എന്നിട്ട് പറയും, നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും, ഇവൻ എന്താ അത്ര കെയർലെസ് ആയിട്ടിരിക്കുന്നത്, ഇവൻ ഇതൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോയിക്കൂടെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ആൻറ്റി ഹീറോനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയും, ഇവനല്ലേ ഇതൊക്കെ സൂക്ഷിക്കേണ്ടി, ഇവനല്ലേ കൊടുക്കാതിരുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മേലിൽ കുറ്റമിടും. എന്നിട്ട് ലാസ്റ്റ് പറയും, നിങ്ങൾ പോയത് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ശരിയെന്ന് ഹീറോൻ്റെ അച്ഛനും പറയും. ഇതിന് ശേഷം കാണിക്കുന്ന സീനിയർ പറയും, നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കമ്പനിക്ക് കുറേ നാളുകൾക്ക് ശേഷം വരികയാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് സന്തോഷമായി. എല്ലാവരും മിൻഹുയി വന്നിട്ട് അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് അവൾക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ വില്ലെത്തി അതേ ഒരു കോഫി ബോട്ടിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ എൻട്രിയിൽ നമ്മുടെ നീലി വന്നിരുന്ന മാതിരി അതേമാതിരി ലുക്കിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവൾ വന്നിട്ട്, മിൻഹുയി നീ എന്താ ഇവിടെ, നിൻ്റെ ബ്രദറിനെ കാണാൻ വേണ്ടി വന്നാണോ ചോദിക്കും. അപ്പോൾ അവളുടെ ആകെ ഞെട്ടും, ബ്രദറോ ചോദിക്കും. അപ്പോൾ നമ്മുടെ മിൻഹുയി ആണെങ്കിൽ ഒന്നും വേണ്ടില്ല. ഇവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള മോതിരം നോക്കിയിട്ട് ഈ മോതിരം എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഓവർ സീൻ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മിൻഹുയിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പറയും, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, ബ്രദറിനെ കാണാൻ തന്നെ അല്ലേ ചോദിക്കും. അപ്പോൾ അവളൊന്നും മിണ്ടാനില്ല. ഇവളോട് വന്നിട്ട് കുറച്ചൊന്ന് ഓവർ ആവാട്ടോ. അത് കണ്ടപ്പോണ്ടല്ലോ എനിക്ക് അവിടെ ഒന്ന് കൊടുക്കാനാണ് തോന്നി കേട്ടോ.
അതിന് ശേഷം പറഞ്ഞാൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ വരികയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഹീറോൻ്റെ അച്ഛനെ കണ്ടിട്ട് സന്തോഷിക്കുകയാണ്, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പെട്ടെന്ന് ഹീറോയിനെ കാണും. അപ്പോൾ ഹായ് അങ്കിൾ എന്ന് പറയും നമ്മുടെ ഹീറോയിൻ. അപ്പോൾ പറയും അങ്കിളോ ഡാഡ് എന്ന് പറയും. അപ്പോൾ ഹായ് ഡാഡ് എന്ന് പറയും. അപ്പോൾ അതേ സമയത്ത് ഇവളാണെങ്കിൽ ഇവളുടെ ഈ മോതിരം നോക്കിയിട്ട് അങ്കിൾ താങ്ക്സ് ഫോർ ഗീവിങ് ദിസ് റിംഗ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്കിൾ പറയും റിങ് നിനക്ക് എപ്പോൾ തന്നു, ഇത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള റിങ്ങാണ്, ഇത് നിനക്കൊന്നും എടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അവളോട് റിങ് ഊരി മേടിക്കും. അപ്പോൾ അവിടെ കിടക്കുന്നവർക്ക് ആകെ സന്തോഷമാവും കേട്ടോ. ഇവിടുന്ന് ആ റിങ് ഊരി മേടിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ എന്താ പറയുക, നീ റിങ് ഊരിനുണ്ടോ ചോദിക്കും. അപ്പോൾ അവൾ ഊരി കൊടുക്കില്ല. ലാസ്റ്റ് അവിടുത്തെ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ആ റിങ് ഊരി മേടിക്കും. അങ്ങനെ ഊരി മേടിച്ചിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും ഈ റിങ് നിൻ്റെ കൈക്കല്ല മെൻഹുയി നിൻ്റെ കയ്യിൽ വേണം ഇതിരിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അവൾ പറയും ഇതെന്താ എനിക്ക് പറയും, നീയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ അംഗം എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവർക്കും ഇപ്പോൾ കൺഫേം ആയി ഹീറോൻ്റെയും ഹീറോയിനും കല്യാണം നടക്കാൻ പോകുന്നുള്ളൊരു സന്തോഷ വാർത്ത എല്ലാവർക്കും തോന്നുകയാണ്. എല്ലാവർക്കും ഇവർ നടക്കാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം സന്തോഷിക്കുകയാണ് കേട്ടോ. അവളുടെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. മറ്റ് വില്ലത്തിയാണെങ്കിൽ അവിടെ കിടന്ന് നാറി കേട്ടോ, പാവ അവൾ എല്ലാവരുടെ മുമ്പിലും ചമ്മി അവൾ അങ്ങോട്ട് നോക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെൻഹുയും പറയും താങ്ക്സ് പാപ്പ എന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. അവിടെ എല്ലാവരോടും സന്തോഷിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ പറയും സെന്നി എവിടെ ചോദിക്കും. അപ്പോൾ അവിടുത്തെ ഒരു പെണ്ണ് പറയും ഞാൻ ആ സ്റ്റാഫ് കണ്ടാച്ച സ്റ്റാഫ് പറയും ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയി വിളിച്ചിട്ട് വരും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ കണ്ടപ്പോൾ നമ്മുടെ ഹീറോയുടെ അച്ഛൻ പറയും നീ എന്താ ഈ ഫയൽ മറന്നു വന്നതെന്ന് വെച്ചിട്ട് ആ ഫയൽ കൊടുക്കും. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ എല്ലാവരും നോക്കിയിരിക്കും. അതിൽ വില്ലത്തിനെ നോക്കും, ഹീറോയിനെ നോക്കും. വില്ലത്തി ആണെങ്കിൽ ഒരുമാതിരി സ്മൈൽ ഇരിക്കുന്നത്. നമ്മുടെ ഹീറോ പറയും നീ എപ്പോഴാണ് ഓഫീസിൽ നിന്ന്, നമ്മുടെ ഹീറോയുടെ അച്ഛൻ പറയും നീ എപ്പോഴാണ് ഓഫീസിൽ നിന്ന് വരികയെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ശരി ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ വീണ്ടും പോകുമ്പോൾ നമ്മുടെ ഹീറോയിനോട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമ്മുടെ വില്ലത്തി നോക്കും. നമ്മുടെ വില്ലത്തി നോക്കുമ്പോൾ തുറച്ചു നോക്കിയിട്ട് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പോവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ അച്ഛനും ഹീറോൻ്റെ അച്ഛൻ്റെ മാനേജറും സംസാരിച്ചുകൊണ്ടെടുക്കാൻ നമ്മുടെ ഹീറോയുടെ അച്ഛൻ ചോദിക്കും ഈ മിസ് സിയ ആരാ ചോദിക്കും. അപ്പോൾ പറയും അതാണോ നമ്മുടെ സെന്നി മുറിവ് വരുത്തി കുട്ടി ചോദിക്കും. അപ്പോൾ അറിയില്ല സെന്നി ആ കൺഫ്യൂഷനിലാണ് പറയും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും എന്തായാലും നീ മെൻഹുയുടെ ഡീറ്റെയിൽസ് എടുക്കുക, മിസ്സിയെ കണ്ടിട്ട് എനിക്ക് ഒറിജിനലായിട്ട് തോന്നുന്നില്ല, നീ മെൻഹുയുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന് പറയും. അപ്പോൾ അയാളും എന്ന് പറയും. അതിന് ശേഷം കാണിക്കുന്ന വേറെ നമ്മുടെ ഹീറോൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടറെയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മുടെ നീലി വരികയാണ്. നമ്മുടെ നീലിനെ കണ്ടത് നമ്മുടെ ഡോക്ടർ പേടിച്ചിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നീലി പറയും നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്ക്, എൻ്റെ മുഖത്ത് എന്തോ ഒരു റെഡ് കളർ വന്നിരിക്കുകയാണ് പറയും. അപ്പോൾ നമ്മുടെ ഡോക്ടർ തിരിഞ്ഞു നോക്കും. അപ്പോൾ പറയും നിനക്ക് അലർജിയാണ്, നിനക്ക് ആൽക്കഹോളിൻ്റെ അലർജിയാണ്, നിന്നോട് ആരെ ആൽക്കഹോൾ കുടിക്കാമെന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോൾ പറയും സോറി എന്ന് ഞാൻ അറിയാതെ ചെയ്താണ്, ഇതിനിപ്പോൾ ഇനി എന്തെങ്കിലും വല്ല മാർഗ്ഗം ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ പോയിട്ട് നമ്മുടെ നീലിക്ക് വേണ്ടിയിട്ട് വെള്ളം എടുത്ത് തുറന്നു കൊടുക്കും കേട്ടോ. എന്നിട്ട് അവളോട് ടാബ്ലറ്റും കൊടുത്തിട്ട് നീ ഇത് കഴിക്കുക പറയും. അപ്പോൾ അവളത് കഴിക്കുന്നു. ശരിയാവോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയും ഞാനില്ലേ, ഞാൻ ഉള്ളപ്പോൾ നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും. അപ്പോൾ അവൾക്ക് കേട്ടോ അവൾക്ക് സന്തോഷമാവും കേട്ടോ. ആദ്യമായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട്. അപ്പോൾ അവളാണെങ്കിൽ നമ്മുടെ ഹീറോ അല്ല നമ്മുടെ ഡോക്ടറോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇവള് നമ്മുടെ ഡോക്ടറുടെ അടുത്ത് നീങ്ങി വന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ഇരുന്നിട്ട് പറയും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല പറഞ്ഞു. നമ്മുടെ ഡോക്ടറാണെങ്കിൽ അവിടുന്ന് പതുക്കെ മുങ്ങാൻ വേണ്ടി നോക്കാം കേട്ടോ അവളെ കണ്ടിട്ട്. അപ്പം അവളാണെങ്കിൽ ഡോക്ടറെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞാൻ നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, പ്രത്യേകിച്ച് മെൻഹുയിക്കും വിട്ടുകൊടുക്കില്ല ആരും. അപ്പോൾ നമ്മുടെ ഡോക്ടർ ചോദിക്കും നീ പൊട്ടത്തിയാണോ, മെൻഹുയി സെന്നിനെ വിട്ട് വേറെ ആരെയും സ്നേഹിക്കില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ നെയ്യിൽ ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ഒരു ചെറിയ കള്ളച്ചിരി ചിരിച്ചിട്ട് തിരിഞ്ഞിരിക്കും. അപ്പോൾ ഇവൾ നൂർന്ന് നോക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ചിരി നിർത്തും ചെയ്യട്ടോ. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോൻ്റെ അച്ഛനെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ നമ്മുടെ ഹീറോനോട് ചോദിക്കുകയാണ് മെൻഹുയിക്ക് ഉള്ള പ്രോബ്ലം എങ്ങനെ ശരിയാക്കാൻ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അവളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവിടെ സന്തോഷമായിട്ട് വെച്ചാൽ അവൾക്ക് വേറെ പ്രോബ്ലം ഉണ്ടാവില്ല, അങ്ങനെ ശരിയാക്കാൻ പറ്റും പറയും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും എന്നാൽ ശരി നീ അത് ചെയ്യേണ്ടതല്ലേ, നീ അവൾക്ക് സന്തോഷമായിട്ട് വെക്കുക പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അച്ഛനോട് എനിക്ക് നിങ്ങളുടെ അനുവാദമാണ്, അതിന് ഇനി അവളെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും അത് കുറച്ച് കഷ്ടമാണെങ്കിൽ പോലും ഞാൻ സ്വീകരിക്കാം എന്ന് പറയും. അതേമാതിരി പറയും ഞാൻ നിനക്ക് ഇനി മുതൽ നല്ലൊരു അച്ഛനായിരിക്കാൻ ശ്രമിക്കും, ഇത്ര കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയില്ല, ഇനി മുതൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഹീറോ ഒന്നും വേണ്ടില്ല. അതിനുശേഷം നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും മെൻഹുയുടെ ബർത്ത്ഡേ എന്നാ ചോദിക്കും. അപ്പോൾ സാറ്റർഡേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ പറയും നീ നിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കുക, നിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എല്ലാവരും വിളിക്കുക, നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം പറയും. അപ്പോൾ നമ്മുടെ ഹീറോ നീച്ചിട്ട് പറയും താങ്ക് യു അച്ഛാന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ കാട്ടുന്നത് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ നിങ്ങൾക്ക് ഇനി മുതൽ നല്ലൊരു മകനായിരിക്കും എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്ന സീന് പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ബർത്ത്ഡേ പാർട്ടിക്ക് അവിടെ നല്ല ഗിഫ്റ്റ്സ് കൊണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കും. നമ്മുടെ മെൻഹുയ്ക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരിക്കും. അപ്പോൾ ഹീറോൻ്റെ ഫ്രണ്ട്സും അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരും നമ്മുടെ വില്ലത്തി ആയിട്ടുള്ള
അവളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദവോക്കും മാനേജറും കൂടിയിട്ട് അവിടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ നമ്മുടെ ദവോക്ക് അവന് ഫുഡൊക്കെ വെച്ച് കൊടുക്കും. അത് കണ്ടിട്ട് നമ്മുടെ ആളെ അവിടെ നോക്കിയിട്ട് നീലി പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങളെന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവനിങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ അവൻ അവൾക്കൊരു സ്വീറ്റ് എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ അവളത് അവന് കോരി കൊടുക്കുക. അപ്പോൾ അവൻ വേണ്ട, എനിക്ക് സ്വീറ്റ് ഇഷ്ടമില്ല, ഞാൻ കഴിക്കില്ല എന്ന് പറയും. അപ്പോൾ അവൾക്കും ആകെ സങ്കടമാവും. അതിനുശേഷം അവളൊന്ന് മിണ്ടിൽ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ വരികയാണ്. നമ്മുടെ ഹീറോയിൻ്റെ ബർത്ത്ഡേ പാർട്ടിയില്ലേ നമ്മുടെ താരം വരികയാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൈ വീശിട്ട് ടാറ്റാന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവളെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പാടീനെ വിളിക്കുന്നൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും അവളെ വിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. ഇവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രസൻറ്റും കാണും, കേക്ക് കാണും. ഇവൾക്ക് അങ്ങ് നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻറ്റിയൊക്കെ പറയും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പാട്ടൊക്കെ തന്നെ പാടും. അവിടെ ഉള്ളവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടട്ടോ. അപ്പോൾ അതിനുശേഷം ഇവൾക്ക് നല്ല സന്തോഷമായിട്ട് അവൾ നിൽക്കുകയായിരിക്കും. അങ്ങനെ അവൾ ആ ക്യാൻഡിലൊക്കെ ഊതിയിട്ട് അവൾ കൈയടിക്കും. എന്നിട്ട് അവൾ കേക്ക് മുറിക്കാൻ വേണ്ടിയതാവും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയും ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് പറയാം. നമ്മുടെ ഹീറോൻ്റെ അച്ഛനും ഞാൻ നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഒരേ മോഡൽ ചെയിൻ ഇവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിൻ്റെ ചെയിൻ ഇവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇവളാകെ ഞെട്ടും. ഒരേ മോഡൽ, ഒരു ചേഞ്ചില്ല, ഒരേ മോഡൽ. അപ്പോൾ നമ്മുടെ ആൻറ്റി പറയും അതിനിപ്പോൾ എന്താ. നമ്മുടെ ആൻറ്റി ആദ്യം ഹീറോൻ്റെ അച്ഛനെ വിളിച്ച് പറയും നിങ്ങളെന്താ കാട്ടുന്നില്ല, ലവേഴ്സല്ലേ എങ്ങനെ മേടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മേടിച്ചു വെക്കാതില്ല എന്നൊക്കെ പറയും. ഏകദേശം ആൻറ്റി പറയും അതിനിപ്പോൾ എന്താ, രണ്ട് ചെയിൻ അവൾക്ക് ഇട്ട് നടക്കാമെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും അവർ കണ്ടിട്ട് സന്തോഷമായിരിക്കും. അവിടുത്തെ ആൾക്കാർ മുഴുവൻ പറയും നമ്മുടെ ഹീറോയിൻ്റെ ഒരു ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാവും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഓ ശരി, അതിനെന്താ നമുക്ക് രണ്ടുപേരുടെയും മേടിച്ചിട്ട് പറയും എനിക്ക് രണ്ടുപേരും തന്ന ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പറയും. അപ്പോൾ കണ്ട വെച്ച് പെണ്ണ് പറയും നോക്കും നമ്മുടെ ഹീറോയിൻ എത്ര ലക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമായിരിക്കും. അവർ പറയും ഇവർ തമ്മിലുള്ള കല്യാണം എന്തായാലും നിശ്ചയിച്ചു എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ മോം എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിക്ക് ആ ചെയിൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷമാകും. നമ്മുടെ ഹീറോയിനും സന്തോഷമാകും. അവിടെ നിൽക്കുന്ന ദവോക്കായാലും നമ്മുടെ മാനേജർ ആയാലും ഹീറോയിൻ്റെ ഫ്രണ്ട് ഡോക്ടർ ആയാലും നെയ്യായാലും ഇവർക്ക് സന്തോഷമാവും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടും നമ്മുടെ ഹീറോയിനും കൂടി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവരിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവിടെ നമ്മുടെ വില്ലത്തി കയറി വരും. എന്നിട്ട് വില്ലത്തി പറയും നോക്ക് ഹീറോയിനോട് പറയും എനിക്ക് നിന്നോട് കാര്യം സംസാരിക്കാണ്ട് നീ വരുമോ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ നോക്കും. അപ്പോൾ അവൾ പറയും നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് പറയും ഞാൻ സംസാരിക്കാൻ പോട്ടെ വയ്ക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനും പോയിക്കോളൂ നമ്മുടെ ഹീറോയിനോട് പറയും. അപ്പോൾ അവർ രണ്ട് സംസാരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ വില്ലത്തി വന്നിട്ട് പറയും നീ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, പിന്നെ നീ എന്തിനാ അവളുടെ ഒപ്പം സംസാരിക്കണമെന്നൊക്കെ ചോദിക്കും. അവൾ പറയും നീ വിചാരിക്കുന്ന മാതിരിയല്ല, ഞാൻ ശരിക്കും സ്നേഹിക്കുന്നത് മിൻഹുയാണ്, നിന്നെ ഒന്നും അല്ല പറയും. അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കര സാഡായിട്ട് ഇവളുടെ മുറിവ് പിടിച്ചിട്ട് സങ്കടപ്പെടാൻ നോക്കും. അപ്പോൾ അവൻ പറയും നീ ഇങ്ങനെ വിചാരിക്കണമായിരുന്നല്ല, എനിക്ക് നിന്നെ മുറിവ് കാണുമ്പോൾ സിമ്പതി ഉണ്ടെങ്കിൽ പോലും ഞാൻ ശരിക്കും സ്നേഹിക്കുന്ന അവളെയാണ്, നീ അവളെ നോക്കി നോക്കുക, അവൾ എത്ര പാവാണ്, എനിക്ക് അവളെ ക്യാരക്ടർ എന്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതിന് അവളെക്കുറിച്ചിട്ട് പൊക്കി പറയും കേട്ടോ. നമ്മുടെ ഹീറോ അവളെക്കുറിച്ച് മാത്രമായിരിക്കും പൊക്കി പറയും. നമ്മുടെ വില്ലെത്തിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ കലിപ്പ് വരും കേട്ടോ. ഇവളാണെങ്കിൽ നല്ലോണം ദേഷ്യപ്പെടുന്നിട്ട് ഇവള് മറ്റേ ഒരു പ്രേതം നോക്കണ മാതിരി ഉണ്ട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവനാണെങ്കിൽ കുറേ വട്ടം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് അവളെ മാത്രമാണ് ഇഷ്ടം, നിന്നെ ഒരിക്കലും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ മാത്രമാണ് ഇഷ്ടം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ നമ്മുടെ വില്ലത്തി ആകെ കലിപ്പ് കയറി നിൽക്കണം. ഇനി അവൾ എന്ത് ചെയ്യും ഒറ്റ പോയിന്റ് കേട്ടോ. അതിനുശേഷം ഇവൾ നമ്മുടെ ഹീറോയിനെ നോക്കി നമ്മുടെ വില്ലത്തി നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും നമ്മുടെ വില്ലത്തി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് നമ്മുടെ വില്ലത്തി പതുക്കെ പോവുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് വായും പൊളിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത്. ഇപ്പം നമ്മുടെ വില്ലത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ അറിയാതെ അവിടെ നേരെ പിന്നിൽ പോയി നിൽക്കുക കേട്ടോ. പിന്നെ പോയിട്ട് അവളെ ഒരൊറ്റ ഒന്ന് കൊടുക്കുകയാണ്. പാവട്ടോ നമ്മുടെ ഹീറോയിനെ വെള്ളത്തേക്ക് വീഴുകയാണ്. നമ്മുടെ ഹീറോയിനെ വെള്ളത്തിലേക്ക് വീഴ്ത്തിയിട്ടു. അവളാണെങ്കിൽ അവിടെ കിടന്ന് കൈയും കാലും അടിക്ക്. നമ്മുടെ നീലിനെ ഭയങ്കര ഇഷ്ടം കേട്ടോ, മുത്തുമണി നീലിയാണ് കേട്ടോ. അതിന് ശേഷം ഇവരൊക്കെ ഇതിന് കാണുന്നുണ്ട് നീലി വീഴ്ത്തിയിട്ടത്. അപ്പോൾ ഇവളാണെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കൈട്ടടിക്കും. നോക്കുമ്പോൾ ഇവൾ നീച്ചിക്കുമ്പോൾ ഇവൾക്ക് കുറച്ച് വെള്ളമില്ല. അപ്പോൾ അവൾ ഇതിന് വേണ്ടി അവളിങ്ങനെ കാട്ടിയെന്ന് ആലോചിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അവളുടെ അടുത്ത് പോയെത്തി അവളിങ്ങനെ മേത്ത് ചാഞ്ഞ് കിടക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ഓക്കെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, ഇവൾ കിടക്കുകയായിരിക്കും. അതിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ വില്ലത്തിയാണെങ്കിൽ ഇതിന് വേണ്ടി അവൾ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ നീലി നോക്കുമ്പോൾ ഇവളുടെ മുഖത്താണെങ്കിൽ ആ മറ്റേ മുറിവിൻ്റെ പാട് മാഞ്ഞു വരും. അപ്പോൾ നിൻ്റെ മേക്കപ്പ് വാട്ടർ പ്രൂഫാണ്, നീ മേക്കപ്പ് ചെയ്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവൾ വെറും ഫ്രോഡാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും ഇത് കാണും. എന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരും അത്ഭുതപ്പെടും. ഇവളുടെ മുഖത്തല്ല ഇങ്ങനെ മുറിവുപാടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ വെറും മേക്കപ്പാണ്. ഇവളെ മറയ്ക്കാൻ വേണ്ടി കുറേ ശ്രമിക്കും കേട്ടോ. പക്ഷെ പറ്റില്ല. നമ്മുടെ ഹീറോയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുക ഇവൾ വെറും ഫ്രോഡാണ്, നമ്മുടെ മിൻഹുയാണ് ഒറിജിനൽ. കാരണം അവളുടെ മുഖത്ത് ആ വാട്ടർ പ്രൂഫ് അവളുടെ മേക്കപ്പ് പോയിട്ട് ആ മുറിവ് ഇങ്ങനെ ഇവൻ കാണും. അപ്പോൾ മനസ്സിലാവുക. അതിന് ശേഷം നമ്മുടെ മിൻഹുയി കടന്നുറങ്ങുകയായിരിക്കും. ഇവൾ ഈ ഇതൊന്നൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ച് കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഓരോന്ന് ഓർമ്മ വരികയാണ്, ഇവൾ വീഴ്ത്തിയിട്ടത് ഓർമ്മ വരികയാണ്. ഇവൾ കണ്ടിട്ട് ഞെട്ടി നീക്കും. അതിനുശേഷം ഇവൾക്ക് ഇപ്പം ഇവളുടെ ആ പ്രോബ്ലം മാറിയത് ഇപ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഇവളിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മുമ്പൊക്കെ നടന്ന കാര്യങ്ങളും എല്ലാം ആ പ്രോബ്ലത്തിൽ നിന്ന് ഇപ്പോൾ ഇവൾ റിക്കവർ ആയിരിക്കുന്നു. ഇവളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ
ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്, നമ്മുടെ ഹീറോയിനോട് എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ഹീറോയിനെ ആരായിട്ട് കണക്കാക്കി, നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റിയോട് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ ഇവൾ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്ന സീന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് വരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ പറയും ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്, ഒക്കെ ശരിയായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവളും ഞാനിപ്പോൾ ഓക്കെ എന്ന് പറയും. എന്നിട്ട് അവൾ പറയും നമ്മുടെ ഹീറോയിന് ആണെങ്കിൽ അവിടുന്ന് പോകാൻ നേരം ശരി ഞാൻ പോവാണ് പറയും. അതിന് ശേഷം അവൾ പോകാൻ നേരം തിരിഞ്ഞ് നിന്നിട്ട് പറയും നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു, ഞാൻ നിങ്ങളുടെ മകളാണെന്ന് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു, എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെയും ചെറിയ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്, അത് കഴിഞ്ഞു, ഞാൻ ഇനി ഇവിടുന്ന് പോവാണ് പറയും. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല. ഇവളാണെങ്കിൽ വല്ലാതെ അങ്ങനെ ഫീൽ ചെയ്തിട്ട് ഓരോന്ന് സംസാരിക്കും. എന്നിട്ട് അവസാനം അവൾ അവിടുന്ന് പോവുകയാണ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റി കടന്നു വരികയാണ്. നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റി വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛന് കോഫി കൊടുത്തിട്ട് വരികയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ചോദിക്കും മെൻഹോയ് എന്താ പോയിരിക്കും. അപ്പോൾ പറയും നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഒന്നും മിണ്ടില്ല. അത് ഇവള് ആണെങ്കിൽ ഇത് അറിഞ്ഞിട്ട് ഇയാളൊന്നും മിണ്ടാത്തതുകൊണ്ട് ഇവൾക്ക് ദേഷ്യം വന്നിട്ട് ഇവൾക്ക് വായ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയട്ടെ. കുറേ ഇയാളോട് ചൂടാവട്ടോ. എന്നിട്ട് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമല്ല നോക്കണം, ബാക്കിയുള്ള ആ ഒരു കാര്യം നിങ്ങൾ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നന്നായിട്ട് വഴക്ക് പറയും. അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതിന് ശേഷം വരും നമ്മുടെ ഹീറോ ആണ്. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് ചോദിക്കും മെൻഹോയ് പോയി എന്ന് പറഞ്ഞു, സത്യമാണോ, മെൻഹോയ് എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഹീറോ ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഒന്നും മിണ്ടില്ല. ഹീറോയിൻ്റെ അച്ഛൻ ഒരു ഫയൽ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ കൈ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹീറോ അത് തുറന്നു നോക്കും. നമ്മുടെ ഹീറോ അങ്ങനെ ആ ഫയൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. ഹീറോയിൻ്റെ കുഞ്ഞിക്കാലത്തെ കുട്ടിയത്തെ ഓരോ ഫോട്ടോസും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഹീറോ ഇപ്പോഴാണ് അറിയുന്നത് ഹീറോ ആ മുറിവ് വരുത്തിയ കുട്ടി നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. എന്തായാലും ഇത്ര കാലം നമ്മുടെ ഹീറോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴാണ് നമ്മുടെ ഹീറോ എല്ലാം അറിയണത് ആ കുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ എന്ന് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ആകെ സങ്കടമാവാണ്. നമ്മുടെ ഹീറോ പഴയ പാസ്റ്റൊക്കെ ഓർക്കുകയാണ്. ആ കുട്ടിയുടെ മുഴുവയ്ക്കിയതും അവന് പ്രിൻസിപ്പൽസ് കാണാൻ വന്നതൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ പറയും എനിക്ക് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല, അവളെ എൻ്റെ മരുമകളേക്ക് സ്വീകരിക്കാൻ എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ സങ്കടമായിട്ട് ഇരിക്കുകയായിരിക്കും, നീ ഇന്നേ വരെ ധർന്നിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇവന് നമ്മുടെ ഡോക്ടർ ആദ്യം കൊടുത്തതായിരുന്നു, അതിൽ ഇതേമാതിരി ഇവളുടെ ഫോട്ടോസാണ് കൊടുത്തത്. പക്ഷേ ഇവൻ തുറന്നു നോക്കി, അതാണ് ഉണ്ടായത്. അതിന് ശേഷം കാണിക്കുക നമ്മുടെ ഹീറോയിനാണ്. നമ്മുടെ ഹീറോ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. മഴയൊക്കെ നനഞ്ഞിട്ട് അവൾ ആകെ ഇങ്ങനെ വിഷമിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവളിങ്ങനെ ആകെ വിഷമിച്ച് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾ മഴയത്ത് കളിക്കില്ല, അമ്മമാർ മഴയത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഹീറോ അവിടെ വരും കേട്ടോ. നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കണ്ടോട്ടെ നമ്മുടെ ഹീറോയിന് സങ്കടം വന്നിരിക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ അവളുടെ കാലിൻ്റെ അവിടെ ഇരുന്നിട്ട് സോറി നീ എന്തിനാ വീട് വിട്ട് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവനെ കണ്ടോട്ടെ ഇവൻ്റെ മുഖത്തുള്ള വെള്ളമൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇവൾക്ക് സങ്കടം വന്നു, ഇവളും കരയാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് അവനെ അങ്ങനെ മുട്ടുകുത്തി നിൽക്കായിരുന്നില്ല അവനെ. അപ്പോൾ അവനെ പിടിച്ചിട്ട് മേപ്പെട്ട് ഇരുത്തിയിട്ട് പറയും ഞാൻ കുറേ കഷ്ടങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്, എൻ്റെ മുഖത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ ഒരു പാട് വന്നതിന് ശേഷം ഞാൻ കുറേ കഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് ഞാൻ ഓരോ കഷ്ടങ്ങളും ഇങ്ങനെ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി ഒന്നും സഹിക്കാൻ വയ്യ, ഞാനും നിന്നി തമ്മിലുള്ള ബന്ധം നിൻ്റെ അച്ഛനൊരിക്കലും ഇഷ്ടമാവില്ല, അവരൊരിക്കലും നമുക്ക് ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അവളുടെ കൈ പിടിച്ചിട്ട് പറയും എനിക്ക് നിന്നെ വേണം, ഇന്ന് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓരോ പറഞ്ഞു കേട്ട് ഇവളിങ്ങനെ സങ്കടം വന്നിരിക്കുകയായിരിക്കും. ഇവളാണെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഓരോന്ന് വല്ലാതെ പറഞ്ഞ് ഫീലായിട്ട് കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയും നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ എന്തോ കാണുന്നുണ്ട്, അവർ മഴയത്ത് ഇങ്ങനെ നനയുന്നതോ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ മാനേജറിനെ വിട്ടിട്ട് ഒരു കൊട കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോൻ്റെ മാനേജർ ആ കൊട കൊടുന്ന് അവർക്ക് കൊടുക്കുകയാണ്. അവർ ആ കൊടയും മേടിച്ചിട്ട് അയാൾ പോവും. അപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്, ഇവരങ്ങനെ ആ മഴയത്ത് പോവുകയാണ് കേട്ടോ. ഇവിടെ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടി കൊടയൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ഇത് കണ്ടിട്ടാണ് നമ്മുടെ ഹീറോൻ്റെ അച്ഛനൊക്കെ സന്തോഷമാവുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോൻ്റെ അച്ഛനെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഹീറോൻ്റെ അച്ഛന് മെൻഹുയെ മുമ്പ് തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഹീറോന് ആരെയാണ് ഇഷ്ടം എന്നറിയാത്തതുകൊണ്ടാണ് നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ ഒന്നും മിണ്ടാതിരുന്നത്. ഇപ്പോൾ അവർക്ക് ഫുൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ 3 കപ്പിൾസിൻ്റെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് എപ്പിസോഡ് വേഗം വരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ബൈ ബൈ. എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തിരുന്നേ.